ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹമെന്ന തീരാവ്യാധിക്ക് ഒരു ശാശ്വത പരിഹാരം. പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ. 4 ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു. കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ECG, ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ്. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ്, നെല്ലുവായ്. ഫോൺ 8589939335. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് അധികാരികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി ഭിന്നശേഷിക്കാരനായ യുവാവ് രംഗത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വഞ്ചിച്ചു. 30 വർഷത്തിലേറെ പാർട്ടിയെ സ്നേഹിച്ച തന്നെ CPIM-ഉം കൈവിട്ടു. ചെറുതുരുത്തി പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ല. ഗ്രാമപഞ്ചായത്ത് കരാർ ലംഘനം നടത്തി തന്നെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചു തുടങ്ങി ഗുരുതര ആരോപണങ്ങളാണ് DAWF ചെറുതുരുത്തി മേഖലാ സെക്രട്ടറി NS മനോജ് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായി പാർക്കിംഗ് ഏരിയയും കംഫർട്ട് സ്റ്റേഷനും ഏറ്റെടുക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളതായും എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വഞ്ചിക്കുകയാണുണ്ടായതെന്നും മനോജ് പറഞ്ഞു. ചെറുതുരുത്തി പാലം മുതൽ വെട്ടിക്കാട്ടിരി വരെയുള്ള അനധികൃത കച്ചവട സ്ഥാപനങ്ങളും ചുങ്കം കയറ്റം വരെയുള്ള അനധികൃത പാർക്കിങ്ങുകളും കരാർ പ്രകാരമുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റിത്തരാമെന്ന് അധികാരികൾ പറഞ്ഞതായും ലാഭവിഹിതത്തിന്റെ 50% പഞ്ചായത്തിന് നൽകാമെന്ന് താൻ സമ്മതിച്ചതായും എന്നാൽ 5 മാസമായിട്ടും അതിനാവശ്യമായ തുടർ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും മനോജ് പരാതിപ്പെടുന്നു. ഇതേ ആവശ്യവുമായി ട്രാഫിക് റെഗുലേറ്ററി ചെയർമാൻ കൂടെയായ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചപ്പോൾ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചതെന്നും യഥാസമയം പഞ്ചായത്തിനുള്ള വിഹിതം അടയ്ക്കണമെന്നും പാർക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടിയെടുത്ത ലോൺ തിരിച്ചടയ്ക്കാനോ ജീവനക്കാരന് ശമ്പളം നൽകാനോ കഴിയാത്ത അവസ്ഥയിലാണ് താനെന്നും മനോജ് ചെറുതുരുത്തിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ 2 മാസത്തിനുള്ളിൽ മനോജിന് ആവശ്യമായ സൗകര്യം ചെയ്തു നൽകണമെന്ന ഉത്തരവായിരുന്നു. നിലവിൽ നോ പാർക്കിംഗ് ഏരിയയായ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യിക്കുന്നതിനായി പഞ്ചായത്ത് മുൻകൈയെടുക്കുകയാണെന്നും ഇത് കടുത്ത കരാർ ലംഘനമാണെന്നും പരാതി. 30 വർഷത്തിലേറെ CPM പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആളാണ് താനെന്നും അതേ പാർട്ടി ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നോട് ചെയ്തത് വിശ്വാസ വഞ്ചനയാണെന്നും ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിലിടപെട്ട് കരാർ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും മനോജ് മാധ്യമങ്ങളോട് പറഞ്ഞു. എൻ്റെ പേര് മനോജ് എന്നാണ്. 20/2/25 തീയതി ഞാനും വള്ളത്തോൾ നഗർ പഞ്ചായത്ത് സെക്രട്ടറി കൂടിയിട്ട് ഒരു കരാർ എഴുതി ഒപ്പിട്ടു, പാർക്കിംഗ് ഏരിയ ആൻഡ് കംഫർട്ട് സ്റ്റേഷന് വേണ്ടിയിട്ട്. അത് പ്രകാരം എനിക്ക് അവർ തന്ന രേഖ ചെറുതുരുത്തി പാലം തൊട്ട് വെട്ടിക്കാട്ടിരി സെൻറ്റർ വരെയുള്ള അനധികൃത കച്ചവടം കംപ്ലീറ്റ് പാർക്കിംഗ് ഏരിയയ്ക്കുള്ളിലേക്ക് ആക്കുകയും ചെറുതുരുത്തി പാലം തൊട്ട് ചുങ്കം കയറ്റം വരെയുള്ള കടയിലേക്ക് വരുന്ന വാഹനങ്ങൾ ഒഴികെ നിർത്തിപ്പോകുന്ന കംപ്ലീറ്റ് വാഹനവും പാർക്കിംഗ് ഏരിയയിലേക്ക് ആക്കി തരും എന്ന വ്യവസ്ഥ വെച്ചിട്ടാണ് ഞാൻ ആ കരാറിൽ ഏർപ്പെട്ടത്. പഞ്ചായത്തിൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ എല്ലാം സമ്മതിക്കുകയും അത് പ്രകാരം കിട്ടുന്ന പൈസയുടെ 50% പഞ്ചായത്തിന് കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പാർക്കിംഗ് ഏരിയ എടുത്തത്. കറണ്ട് ബില്ല് തൊട്ട് എല്ലാ സംഗതിയും ഞാൻ അടയ്ക്കുകയും വേണം. എന്നാൽ 20/2/2025 തൊട്ട് ഇന്ന് വരെ ഒരുവിധ കാര്യം പഞ്ചായത്ത് എനിക്ക് വേണ്ടി ചെയ്തു തന്നില്ല. ട്രാഫിക് റെഗുലേറ്ററി ചെയർമാനായ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് എത്രയോ പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടുകയും ഒപ്പം തന്നെ രേഖ വയ്ക്കുകയും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങുകയും രേഖ വയ്ക്കുകയും ചെയ്തിട്ടും ഇവരാരും എൻ്റെ ദയനീയാവസ്ഥ പരിഗണിക്കാൻ ഉണ്ടായില്ല.
ഞാൻ അവിടെ ഒരു പണിക്കാരനെ വെച്ചിട്ടുണ്ട്. അവന് ഡെയിലി 400 റുപ്യയും ചെലവും കൊടുത്തിട്ടാണ് പണി എടുക്കുന്നത്. എനിക്ക് ആ പാർക്കിംഗ് ഏരിയ കംപ്ലീറ്റ് വാഹനം നിൽക്കുന്ന റോഡ്സ് വൈകിട്ട് വന്ന് നോക്കിയാൽ കാണാം. ഒരു അറ്റം തൊട്ട് ചെറുരുത്തി പാലം വരെ നിറഞ്ഞു കിടക്കുന്ന വാഹനങ്ങൾ. ഞാൻ എൻ്റെ പരാതി അവർ കണ്ടതേ ഗവനിച്ചില്ല. ബഹുമാനപ്പെട്ട റെഗുലേറ്ററി ചെയർമാൻ എന്നോട് പറയുകയാണ്, നീ പഞ്ചായത്തിൽ വന്നിട്ട് സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല, അന്നത്തെ ദിവസം ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഞാൻ സത്യത്തിൽ അവിടെ വഞ്ചിക്കപ്പെട്ടു. ഞാൻ ബജാജ് ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. ഇപ്പം എന്താ എൻ്റെ അടവ് തെറ്റുകയും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥപ്പെട്ടിരിക്കുകയാണ്. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. ഈ പണിക്കാരന് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഒരു പെയിൻറ്റ് കടയിൽ കൂലിപ്പണി ചെയ്യുകയാണ്. ആ കൂലിപ്പണി ചെയ്യുന്ന ആ പൈസയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന് ആ ടൈമിൽ പൈസ കൊടുക്കും വേണം, ഈ വ്യക്തിക്കും പൈസ കൊടുക്കണം. ഞാൻ സത്യത്തിൽ വല്ലാത്ത സാമ്പത്തികമായി ഞെരുക്കത്തിലായി. ഗതി കെട്ടിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ത് പറഞ്ഞു വെച്ചാൽ, ഇവർക്ക് ഉടനടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും 4 ആഴ്ചയ്ക്കുള്ളിൽ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഹൈക്കോടതിയെ അറിയിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അവർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹൈക്കോടതി എന്ത് ചെയ്തു, 1-ാം തീയതി 1/7 വിധി പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ 5ാം കക്ഷിയായിട്ട് ബഹുമാനപ്പെട്ട ട്രാഫിക് റെഗുലേറ്ററി ചെയർമാനെ പ്രതി ചേർക്കുകയും അദ്ദേഹത്തോട് ഈ വരുന്ന ചെറുതുരുത്തി പോലീസ്, PWD എല്ലാവരും കൂട്ടി എനിക്ക് 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് കാര്യം ക്ലിയറാക്കി പാർക്കിംഗ് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് ബഹുമാനപ്പെട്ട എന്ത് റൈറ്റ് വെച്ചിട്ടും വേണ്ടില്ല അത് ചെയ്ത് ഈ വ്യക്തിക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നോട് ഇവർ കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതിൻ്റെ ഒരു കോപ്പി എന്നോട് എന്ത് പറഞ്ഞു, ഡയറക്റ്റ് പഞ്ചായത്തിൽ കൊടുക്കുവാനും ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ഷോബിക ഫ്രാൻസിസ് എന്ന നല്ല വക്കീലാണ് എനിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ചത്. അത് പ്രകാരമാണ് എനിക്കിങ്ങനെ വിധി ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത്രയും കാലം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ ഭിന്നശേഷിക്കാരൻ എൻ്റെ ഒറ്റ ലക്ഷ്യമുള്ളൂ, കിട്ടുന്ന പൈസയെന്ന് ഏതെങ്കിലും ഭിന്നശേഷിക്കാർക്ക് ഒരു വീൽ ചെയറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഞാൻ ഇത്ര വലിയൊരു ചതിപ്പെടുന്ന ഈ നിമിഷം വരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് ആരുമില്ല. എൻ്റെ കുടുംബക്കാർ പറഞ്ഞു, മനോജ അരുത്, തെറ്റിലേക്ക് പോകരുത്, അവർ നിങ്ങൾക്ക് ചതിക്കും. എൻ്റെ വീട്ടുകാരെ ധിക്കരിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ടാണ് എനിക്കിന്ന് ഈ കഷ്ടകാലം വന്നത്. എനിക്കിനി ആത്മഹത്യയിൽ എൻ്റെ വേറെ വഴിയൊന്നുമില്ല. ഞാൻ അത്രമാത്രം സാമ്പത്തികമായി പരാധീനത്തിൽ പെട്ടു കഴിഞ്ഞു. ചുരുങ്ങിയത് 1,80,000 റുപ്യ ഞാൻ കടക്കാരനാണ് ഈ ഒരു സംഭവം കൊണ്ട്. കാരണം ഇപ്പോൾ വേറൊരു കാര്യം കൂടി പഞ്ചായത്ത് ചെയ്തു. ഈ പാർക്കിംഗ് ഏരിയയുടെ ഒരു കവാടം തുറക്കുന്നത് ഓപ്പൺ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലുള്ള ഓട്ടോ സ്റ്റാൻഡ് നിൽക്കുന്ന സൈഡിലേക്കാണ്. അതിന് എന്താണെന്ന് വെച്ചാൽ മതിൽക്കെട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ വണ്ടികൾ മൊത്തം കൊടുത്തിട്ട് ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നിർത്തുന്ന വാഹനങ്ങൾ പറഞ്ഞു അവിടെ നിർത്തിയാൽ പാർക്കിംഗ് ഫീസ് വാങ്ങും പറഞ്ഞു. ഉടനെ പഞ്ചായത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തമാശ കേൾക്കണം. പഞ്ചായത്ത് പറഞ്ഞിരിക്കുകയാണ്, ഓട്ടോറിക്ഷക്കാരായാലും വേണ്ടില്ല, ബൈക്കുകാരായാലും വേണ്ടില്ല, കാറുകാർ, നിങ്ങൾ എല്ലാ വണ്ടികളും ഇനി എന്ത് ചെയ്യണ്ട, പാർക്കിംഗ് ഏരിയയിൽ ഇടണ്ട, നേരിട്ട് എവിടെ ഇട്ടാൽ മതി, പാർക്കിംഗ് ഏരിയയിൽ ഇടണ്ട, പകരം ഓഡിറ്റോറിയം ഇട്ടാൽ മതി പറഞ്ഞു. സത്യത്തിൽ ഈ പഞ്ചായത്ത് ഇപ്പോൾ എന്നോട് ചെയ്തിരിക്കുന്നത് കരാർ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞ് എനിക്ക് എല്ലാ സഹായം ചെയ്തു തന്നിട്ട് എന്നൊരു കാര്യം പറയട്ടെ, ബഹുമാനപ്പെട്ട ശ്രീദേവി മാഡം, മുന്നത്തെ സെക്രട്ടറി, എനിക്ക് വേണ്ടി അകമഴിഞ്ഞ് ഇറങ്ങി തിരിച്ചു. അദ്ദേഹം എത്രയോ പ്രാവശ്യം ഈ ബഹുമാനപ്പെട്ട ട്രാഫിക് റെഗുലേറ്ററി ചെയർമാനോട് ആവശ്യപ്പെട്ടു, ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പറ ഒരു നിമിഷം പോലും ആ വ്യക്തി പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഒറ്റ പിഴവ് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്ര അപമാനിതനായി ഇവിടെ നിൽക്കാൻ കാരണം. ഇത്രയാണ് എനിക്ക് പറയുള്ളൂ. എന്നെ എങ്ങനെയെങ്കിലും എന്നെ സഹായിച്ച് ഇതൊന്ന് ഏർപ്പാടാക്കി എന്നെ സഹായിക്കണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളൂ. ഇതിൽ യാതൊരുവിധ കളങ്കവും ഞാൻ പറഞ്ഞില്ല, സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഓൾ എവിഡൻസ് ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്ത് ശിക്ഷ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, പ്രസിഡന്റ്, അദ്ദേഹം മനോജ് 1 മാസമല്ലേ ആവണുള്ളൂ, സമയമെടുക്കും, മെല്ലെ ഞാൻ പറഞ്ഞു 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു പഞ്ചായത്തിൽ വന്ന് ഞാൻ സമരം ചെയ്യും പറഞ്ഞു. അദ്ദേഹം എന്നോട് പറയണം, മനോജ് നീ ഭീഷണിപ്പെടുത്തണ്ട, ആ സമരം ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു ബഹളം ഉണ്ടാവുന്നേ ഉള്ളൂ, പിന്നെ അവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല എന്നാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞത്. പ്രസിഡന്റ്, ഞാൻ ഏത് നുണ പരിശോധിക്കാൻ തയ്യാറാണ്. ഏത് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ സഹായമാണെങ്കിൽ പറയും വേണ്ട. എന്നെ ആ CI വളരെയധികം അപമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വീണ്ടും ചെന്ന് കണ്ട ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനെ മുന്നിൽ സമരം ചെയ്യും പറഞ്ഞു. ബഹുമാനപ്പെട്ട മോദിൻകുട്ടിക്ക് അതൊക്കെ അറിയാം.
അപ്പോൾ പോലീസുകാർ എന്ത് പറഞ്ഞു, വൈകുന്നേരം എന്ത് ചെയ്തു, വ്യാപാരി വ്യവസായി അലിക്ക MMT ഇവരെല്ലാവരെയും വിളിച്ച് മീറ്റിംഗ് കൂടി. 5 മണിക്ക് അദ്ദേഹം ഒരു മീറ്റിംഗ് വെച്ച് എന്ത് പറഞ്ഞു വെച്ചാൽ, ഈ ശനിയാഴ്ചക്കുള്ളിൽ, ഈ എന്താ പറയുക 3-ാം മാസം കഴിഞ്ഞിട്ട് ഈ ശനിയാഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് ട്രാഫിക് ക്ലിയർ ആക്കി എനിക്ക് സെറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല. അത് വാർത്താ സമ്മേളനം വിളിച്ചതാണ്. അത് കഴിഞ്ഞു വേറെ സംഭവം കൂടി ഉണ്ടായി. ഇദ്ദേഹം പറഞ്ഞു, മനോജ് എന്നൊരു കാര്യം ചെയ്യാം, ഒരു ഹോം ഗാർഡിനെ വെച്ച് തരാമെന്ന് പറഞ്ഞു. ആ ഹോം ഗാർഡിനെ വെച്ച് നിർത്തി. ഹോം ഗാർഡ് എന്ത് ചെയ്തു വെച്ചാൽ, നമ്മുടെ പൈങ്കുളം റോഡിലേക്ക് തിരിയുന്ന മൂലയ്ക്ക് നിന്നു ഹോം ഗാർഡ്. എൻ്റെ പണിക്കാരൻ അദ്ദേഹത്തോട് എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ചോദിച്ച് പറയണത്. എന്നോട് CI പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ മൂലയ്ക്ക് നിന്നാൽ മതി, പൈങ്കുളത്ത് നിന്ന് വരുന്ന വല്ല വണ്ടികളുടെ തിരക്കുണ്ടെങ്കിൽ അതും നോക്കിയാൽ മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇതിന് വേണ്ടിയാണ് ഹോം ഗാർഡിനെ വെച്ചത്. സത്യത്തിൽ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി എന്നെ ചതിക്കുക ചെയ്തത്. എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, കോംപ്ലക്സിലുള്ളവർക്ക് നീ സൗജന്യമായിട്ട് എന്ത് ചെയ്യണം, ബാത്റൂം സൗകര്യം കൊടുക്കണം. ഓക്കെ, ബാത്റൂം സൗകര്യം കൊടുത്തു. പകരം അതിൽ ആ രേഖയിൽ എന്ത് വെച്ചിട്ടുണ്ട്, അവരുടെ വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ വെക്കുകയും അതിൻ്റെ പാർക്കിംഗ് ഫീസ് നീ വാങ്ങുകയും വേണം പറഞ്ഞു. എന്നാൽ അവരുടെ വാഹനമൊന്നും പാർക്കിംഗ് ഫീസിൽ വെക്കുകയും ചെയ്തില്ല. അവരൊക്കെ സ്വതന്ത്രമായിട്ട് അവർ ഫ്രീ ആയിട്ട് ബാത്റൂം സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. സത്യത്തിൽ എല്ലാ മേഖലയെ പറ്റിച്ചേ സ്വന്തം 30 വർഷമായിട്ട് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ പാർട്ടിക്കാരനെ എന്നെയാണ് ഇവർ ചതിച്ചത്. ഇതെനിക്ക് ഉൾക്കൊള്ളാൻ സാധില്ല. എന്നെ മാത്രമല്ല, ഞാൻ വികലാംഗനെ കണക്കാക്കണ്ട, ഒരു വേറെ വ്യക്തി ആയിക്കോട്ടെ, ഇതവർ ചെയ്യാൻ പാടുമോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോട്ടെ, അവർക്ക് പറ്റില്ലെങ്കിൽ എൻ്റെ ചിലവായ പൈസയും എനിക്കൊരു നഷ്ടവും തന്നിട്ട് അവരെ ഒഴിവായിക്കോട്ടെ, എനിക്ക് യാതൊരു വിഷമവുമില്ല. സത്യം പറഞ്ഞാൽ ചെറുകുളത്തി CI എന്നെ ഇത്രമാത്രം ഇൻസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതെ ഞാനിവിടെ വരുന്നുണ്ട്, ഒരു വികലാംഗനായി എനിക്ക് ഈ സ്റ്റേഷനിൽ വാഹനം വെക്കാൻ അവിടെ സൗകര്യം ചോദിച്ചു. അവിടുന്ന് പോലീസുകാരൻ പറയണേ, പോലീസ് സ്റ്റേഷനിൽ ഭിന്നശേഷിക്കാർക്ക് വാഹനം വെക്കാൻ സൗകര്യമൊന്നുമില്ല, നീ പോയി റോട്ടിട്ട് വണ്ടിയിട്ട് വന്നോന്ന്. ഇതാണോ ഒരു പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു വ്യക്തി കിട്ടുന്ന മറുപടി? ഇതാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം? LC സെക്രട്ടറി പറഞ്ഞു കംപ്ലീറ്റ് ആൾക്കാർ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ സംസാരിക്കാൻ പറഞ്ഞു. പിന്നെ പഞ്ചായത്തിൽ യൂസഫോട് പറഞ്ഞു, അദ്ദേഹം സംസാരിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും സംസാരിക്കാമെന്ന് പറയല്ല. എൻ്റെ പകരം ഉണ്ടായ സംബന്ധിച്ച മനു, നീ സമരം ചെയ്യണ്ട, നീ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്താൽ നിൻ്റെ മുകളിൽ നടപടി ഉണ്ടാവട്ടോ എന്ന് ഞാൻ പറഞ്ഞു. എന്ത് നടപടി ഉണ്ടായാലും കുഴപ്പമില്ല, ഞാൻ സമരം ചെയ്യാൻ പോകുമായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ MLA അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, MLA സാറേ എനിക്ക് ഇങ്ങനെ വിഷമമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല മനസ്സിലാണ് പറഞ്ഞത്, എടോ നീ എന്തിനാണ് വിഷമിക്കണേ, നമ്മുടെ ഷെയ്ക്കൽ അവിടെ ഭരിക്കണം, നിനക്ക് വേണ്ട എല്ലാ സഹായവും ആ വ്യക്തി ചെയ്തു തരുമെന്നാണ് ആ വ്യക്തി പറഞ്ഞത്. നമ്മുടെ UR പ്രദീപ് സാറ് ഇവിടെ അന്ന് പറഞ്ഞതാണ്, നമ്മുടെ ഷീലോടി വെച്ച് എന്നോട് പറഞ്ഞ വ്യക്തി. അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കണം മനോജ്, നിനക്ക് എന്ത് സഹായം വേണോ അത് നമ്മുടെ ഷെയ്ഖ് സാർ ചെയ്തു തരും, നീ എന്തിനാ വിഷമിക്കണം എന്ന് എന്നോട് ചോദിച്ചത്. പിന്നെ എൻ്റെ ആവശ്യം എന്താണ് ആ വ്യക്തി ചോദിച്ചത്. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറയാൻ സഹായിക്കുന്നുള്ള വിശ്വാസം